അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പിന്നെ ബിന്യാമീനെ മിസ്രിൽ പിടിച്ചു വെക്കും, ബന്ദിയായി പിടിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ അവർ യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ ഫഖുദ് അഹദന മക്കാനഹു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് കേണപേക്ഷിച്ച വിഷയമാണ് പറഞ്ഞത്. അവർ യാ അയ്യുഹൽ അസീസ് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ വിളിക്കാൻ, എന്നിട്ട് പറയാണ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ, ഈ ബിന്യാമീന് ഒരു വൃദ്ധനായ വാപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഫഖുദ് അഹദന മക്കാനഹു, നിങ്ങൾ ബിന്യാമീനെ പിടിച്ചു വെക്കണ്ട, ഞങ്ങൾ 10 പേരിൽ ഒരാളെ പകരം പിടിക്കാൻ പറയുകയാണ്. ഒന്നുകിൽ പണയമായിട്ട് ഇസ്തിർഹാനൻ, അല്ലെങ്കിൽ ഇസ്തിർഹാക്കൻ ബന്ദിയായിട്ട് പിടിക്കാൻ പറയുകയാണ്. ആർക്ക്? ബിന്യാമീന് പകരമായിട്ട്. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങളെ ഒരു സുഹൃതം ചെയ്യുന്നവനായിട്ടാണ്, വൃത്തനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ അപേക്ഷ മാനിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഈ അഭ്യർത്ഥന സ്വീകരിക്കണം. ഞങ്ങളുടെ ഈ അപേക്ഷ മാനിച്ച് ഇത് നിങ്ങൾ സ്വീകരിക്കണം. ബിന്യാമീനെ നിങ്ങൾ വിടണം, ഞങ്ങൾ ഒരാളെ പിടിച്ചു വെക്കണം. അതാണ് അവരുടെ പറച്ചിൽ. അതിനുള്ള പ്രതികരണമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്. ഖാല മഅദല്ലാഹ് അൻ നഅഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅന ഇൻദഹ് ഇന്ന ഇദൻ ലളാലിമൂൻ. ഖാല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അസീസ് പറഞ്ഞു, മഅദല്ലാഹ്. എന്താ മഅദല്ലാഹ്? മഅദ് എന്ന് പറഞ്ഞെങ്കിൽ ഔദ് എന്ന അർത്ഥമാണ്. മസ്തറാണ്, മീനിയായ മസ്തറാണ്. ഔദ്, അഭയം. മഅദല്ലാഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്താ? ഉസബ്ബിഹുല്ലാഹ തസ്ബീഹൻ എന്നാണ്. അള്ളാഹുവിൻ്റെ തസ്ബീഹിനെ ഞാൻ വാഴ്ത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് മഅദ് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മഅദൻ എന്നാണ്. അഊദു ബില്ലാഹി മഅദൻ, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മഅദൻ, അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണ്. അള്ളാഹുവിൽ അഭയം തേടുന്നു. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പേരക്കുട്ടി ഉണ്ടായി, അതായത് അബ്ദുറഹ്മാൻ എന്നൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉഖ്ഖി അൻഹു ജുസൂറൻ. അബ്ദുറഹ്മാൻ കുട്ടി ഉണ്ടായപ്പോൾ ഉഖ്ഖി അൻഹു ജുസൂർ എന്നാണ്. എന്താ? ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അക്കീക്ക ഇറക്കാൻ പറഞ്ഞു. ജുസൂർ എന്നാണ് എന്താ? ജുസൂർ എന്ന് ഒട്ടകങ്ങളെ അക്കീക്ക ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ ആയിഷ തന്നെ എന്നോട് പ്രതികരിച്ചത്, മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഷാത്താനി മുതകാഫിആനി, ആൺകുട്ടികൾക്ക് 2 ആടിനെ ഇറക്കാനാണ് എന്ന് പറഞ്ഞതാണ്. അവിടെ ആ മഅദല്ലാഹ് പ്രയോഗം അവരതൊരു ഗൗരവത്തിൽ കണ്ട്. ആൺകുട്ടി ഉണ്ടായാലും 2 ആടിനെ ഇറക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരാൾ ഇനി ഒട്ടകത്തിനെ ഇറക്കുക, അല്ലെങ്കിൽ പശു മാടിനെ ഇറത്താൽ എന്താ? അതിൽ കുഴപ്പമൊന്നുമില്ല. അറുത്താൽ അറവൊക്കെ വീടും, അഹീക്ക വീടും, അത് മതിയാവും ചെയ്യും. പക്ഷേ ആയിഷ റളിയല്ലാഹുവിൻ്റെ നിലപാടെന്താണ്? ആടിനെ ഇറക്കുക എന്നുള്ളതാണ്. പിന്നെ ഫല്യുഹ്രിക അൻഹു ദമ എന്നാണ്. ഒരു മൃഗത്തെ അറുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അഖീക്ക വീടും. ഏതായാലും അവിടെ ഈ മഅദുള്ള പ്രയോഗം വന്നപ്പോൾ ഞാൻ ഓർത്ത് പറഞ്ഞ. ഏതായാലും ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മഅദല്ലാഹ് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മഅദൻ, അള്ളാഹുവിൽ ഞാൻ രക്ഷക്ക് തേടുകയാണ്, അഭയം തേടുകയാണ് എന്നാണ് പറഞ്ഞത്. ഇത് എന്താ വിഷയം? മഅദല്ലാഹി അൻ നഅഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅന ഇൻദഹു. അൻ നഅഖുദ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുക, ഇല്ലാ മൻ വജദ്നാ മതാഅന ഇൻദഹു. എന്താ മൻ വജദ്ന എന്നാണ്? വജദ്ന എന്നാൽ നമ്മൾ കണ്ടെത്തി. മൻ വജദ്ന എന്ന് പറഞ്ഞാൽ നാം ആരെ കണ്ടെത്തിയോ അവനെ. മതാഅന
നാം കണ്ടെത്തി മതാന നമ്മുടെ മതാവിനെ ഇന്ദഹു യാതൊരുവൻ്റെ അവൻ്റെ അടുക്കൽ അപ്പോൾ നമ്മുടെ മതാവിനെ ഏതൊരുവൻ്റെ അടുക്കൽ നാം കണ്ടുവോ അവനെയല്ലാതെ നാം ബന്ദിയായി പിടിക്കുക എടുക്കുക എന്നതിൽ അള്ളാഹുവിൽ അഭയം. ഇവിടെ എന്താ ഈ മത്ത നമ്മുടെ മത്ത എന്ന് പറഞ്ഞാൽ എന്താ? സുവാഉൽ മലിക്, രാജാവിൻ്റെ സുവാൾ പാനപാത്രം, രാജാവിൻ്റെ പാനപാത്രം, അതാണ് സിഖായത്ത് അല്ലേ? സിഖായത്തുൽ മലിക്, രാജാവിൻ്റെ പാനപാത്രം. അതിനെക്കുറിച്ചാണ് പറയുന്നത് മത്താന, നമ്മുടെ വിഭവം അല്ലെങ്കിൽ നമ്മുടെ ചരക്ക്. നാം ആരുടെ അടുക്കൽ കണ്ടെത്തിയോ അവനെയല്ലാതെ സ്വീകരിക്കുക എന്നതിനെ തൊട്ട് മാതല്ല എന്നാണ്, അള്ളാഹുവിൽ അഭയം എന്നാണ് അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനോട് പ്രതികരിച്ചത്. എന്നിട്ട് നോക്കി നിങ്ങൾ, മം വജദിന എന്നാണ് പറഞ്ഞത്. അവിടെ എന്താ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രയോഗം മാതല്ലാ അൻ നഅഖുദ ഇല്ലാ മം വജദിന മതാഅന ഇൻദഹു, നമ്മുടെ മതാഅ് അഥവാ രാജാവിൻ്റെ സുവാൾ അളവ് പാനപാത്രം ഏതൊരുവൻ്റെ കയ്യിൽ അടുക്കൽ കണ്ടോ അവനെ അല്ലാതെ എന്ന് പറഞ്ഞത്. എന്താ ആ പ്രയോഗം നമ്മളെ അറിയിക്കുന്നത്? ഇതെന്താ കേസ്? കളവ് കേസാണ്. അപ്പം എന്താ പറയേണ്ടിയിരുന്നത്? ഇല്ലാമൻ സറഖ മതാന, നമ്മുടെ മതായിനെ മോഷ്ടിച്ചവനെ അല്ലാതെ എന്നാണ് പറയേണ്ടത്. പക്ഷെ മോഷ്ടിച്ചവൻ എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ മോഷണമല്ല വിഷയം അല്ലേ? അൻതും സാരിഖൂൻ എന്ന് പറഞ്ഞത് നിങ്ങൾ മോഷ്ടാക്കളാണെന്നാണ് പറഞ്ഞത്. കേസ് മോഷണത്തിൻ്റെയാണ്. പക്ഷേ പിന്നെ ഇവരും പറഞ്ഞ് ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുല്ലഹു മിൻ ഖബൽ, ഓ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ അസും മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ടെന്നല്ലേ. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് മഅദല്ലാ അൻ നഅഖുദ ഇല്ലാ മൻ വജദിന മതാഅന ഇൻദഹു, നമ്മുടെ മതാഅ് രാജാവിൻ്റെ പാനപാത്രം ഏതൊരുവൻ്റെ അടുക്കൽ കണ്ടോ അവനെയല്ലാതെ എടുക്കുന്നതിൽ പിടിക്കുന്നതിൽ മഅദല്ലാ എന്നാണ്. അവിടെ ഇല്ലാമൻ സറഖ മതാഅന എന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ മതായിനെ അല്ലെങ്കിൽ നമ്മുടെ മതായിനെ മോഷ്ടിച്ചവനെ അല്ലാതെ എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ എന്ത് നടന്നിട്ടില്ല? മോഷണം നടന്നിട്ടില്ല. ഈ വ്യക്തി ആരുമല്ല, മോഷ്ടാവുമല്ല. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രയോഗം അങ്ങനെ വന്നത്. മൻ വജദിന എന്ന് പറഞ്ഞത്. തൈ മാതല്ല അന്നഖുദ മതാന അന്നഖുദ ഇല്ലാ മൻ വജദിന മതാന ഇൻദഹു ഇന്ന ഇതെല്ലാം ബാലിമൂൻ. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം, ഇതൻ അങ്ങനെ പിടിക്കുകയാണ് എങ്കിൽ, ഇതൻ എന്ന് പറഞ്ഞാൽ ഈ തൻവീനുണ്ടല്ലോ, തൻവീനുള്ള ഒഴിവാണ്. ഇന്ന ഇതൻ ഇതാൽ ഫുജായിയാണ് പറയാ. ഞങ്ങളുടെ മത്തായിനെ ആരുടെ അടുക്കൽ നിന്ന് കണ്ടോ അവനെ അല്ലാതെ വേറൊരാളെ പിടിക്കുകയാണ് എങ്കിൽ, അതാണ് ഈ തൻവീനുള്ള ഒഴിവാണ്. പിടിക്കുകയാണ് എങ്കിൽ ലംബാലിമൂൻ, എന്താ ലംബാലിമൂൻ? അക്രമികൾ തന്നെയാകുന്നു, ഞങ്ങൾ അക്രമികൾ തന്നെയാകുന്നു, അതാണ് ഇലാം തന്നെയാകുന്നു. ഇവിടെ എത്ര ആളാ ഈ പറയുന്നത്? എത്ര ആളാ? കാല എന്നല്ലേ? മഅദല്ലാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. പക്ഷെ ഇവിടെ നോക്കിയ അന്നഫുദ നാം പിടികൂടുക, വജദിന നമ്മൾ കണ്ടു, മതാന നമ്മുടെ മതാവ്, ഇന്ന തീർച്ചയായും നാം. അതെന്താ പ്രയോഗം? അതെന്തുകൊണ്ട്? അവിടെ ഞാനാണോ നമ്മളാണോ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളല്ലേ, പക്ഷെ പറയുമ്പോൾ നോക്കിയേ ഹാല നാം പിടികൂടുക എന്നതിൽ അള്ളാഹിനോട് അഭയം തേടുകയാണ്. പിന്നെ വജദിന നാം കണ്ടെത്തി, മതാന നമ്മുടെ വിഭവം, ഇന്ന തീർച്ചയായും ഇന്ന. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയാണെങ്കിലും രാജാവാണ് അല്ലേ? ആ നാട്ടിൻ്റെ അസീസാണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ ഭാഷ അതാണ്. നോം അല്ലേ നമ്മുടെ പ്രയോഗം. അതൊരു അഹങ്കാര ഭാഷയല്ല, പിന്നെയോ അതൊരു സ്ഥാനത്തിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഒരു യോഗ്യതയാണ്, അയാൾക്കുള്ള അംഗീകാരമാണത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിലെന്തില്ല, ഒരു യോഗ്യനായ ഒരാൾ, അർഹനായ ഒരാൾ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതിൽ തെറ്റില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് യോഗ്യനാണ് എന്തുകൊണ്ടും.
ചിലർ പറഞ്ഞ അങ്ങനെയല്ല, ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിലാണെങ്കിലും ഒപ്പം ആളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഒരു യൂസുഫ് മാത്രമല്ല അലൈഹി സ്വലാം, പിന്നെയോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, പിന്നെ അവിടെ കൊട്ടാരത്തിലെ സഹായികളും ആളുകളും ഇല്ലേ, അതുകൊണ്ട് അവരെ ഉദ്ദേശിച്ചാണ് കാലമാതമ്മ ഹുദ ഞങ്ങൾ എടുക്കുക, ഇല്ലാമൻ വജദിന ഞങ്ങൾ കണ്ടവരെ അല്ലാതെ, മത്താന ഞങ്ങളുടെ മത്താവിനെ ഇന്ദഹു ഇന്ന ഇതെല്ലാം വഴിമുൻ, അങ്ങനെ ഞങ്ങൾ മറ്റൊരാളെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ അത് വലിയ അക്രമമാണ് എന്ന് പറയാം, വലിയ അക്രമമാണ്. അതാണ് അവർ പറയുന്നത്. പിന്നെ ഇതുവരെ നമുക്ക് പറഞ്ഞതിന് ശേഷം ഫലമ്മസ്തൈ അസൂമിൻഹു, എന്താ ഫലമ്മസ്തൈ അസൂമിൻഹു, ഈ ഫൗൽ ഫസിഹ എന്നാ പറയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇവിടെ ലമ്മസ്തൈ അസൂമിൻഹു എന്നാണ്. എന്താ ഇസ്തൈ അസ എന്ന് പറഞ്ഞാൽ എന്താ, യ ഇസയിൽ നിന്നാണ്. യ ഇസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു എന്നാണ്. യ ഈസ അല്ലെങ്കിൽ ഐസ, ഐസ യ ഇസ നിരാശപ്പെട്ടു. യ ഇസു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഐസു എന്നും പറഞ്ഞില്ല, പിന്നെ ഇസ്തൈ അസു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ സീനും താവും ഇതിൽ ചേർന്നപ്പോൾ, ഈ സീനും താവും ചേർന്നപ്പോൾ അത് തൗക്കീദിന് വേണ്ടിയാണ് പറഞ്ഞാൽ തീർത്തും നിരാശപ്പെട്ടു. ഇനിയൊരു പ്രതീക്ഷക്ക് യാതൊരു വകുപ്പും ഇല്ലാത്ത വിധം അവർ നിരാശപ്പെട്ടു. ഈ സഹോദരങ്ങൾ ലമ്മസ്തൈ അസു, ഈ സഹോദരങ്ങൾ തീർത്തും നിരാശപ്പെട്ടപ്പോൾ, തീർത്തും നിരാശപ്പെട്ടപ്പോൾ, അവിടെ തീർത്തും എന്ന് പറയണം, കാരണം അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സീനും താവ് ഇവിടെ കൊണ്ടുവന്നത്. ലമ്മസ്തൈ അസു മിൻഹു, മിൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് പിന്നെ ബിനിയാമീനെ രക്ഷപ്പെടുത്തുന്നതിൽ നിന്ന് ലമ്മസ്തയ്യസു, അവർ തീർത്തും നിരാശപ്പെട്ടപ്പോൾ, യാതൊരു പ്രതീക്ഷക്കും അവർക്ക് വകുപ്പില്ലാതെ വന്നപ്പോൾ എന്ന് പറയണം. ഇവിടെയാണ് ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ സഹോദരങ്ങൾ തങ്ങളുടെ സഹോദരൻ ബിനിയാമീനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പിന്നെ പരിശ്രമിക്കാമോ ആ പരിശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്, ആ പരിശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്തൈ അസൂമിനു ഇതറിയിക്കുന്നത്, ഈ അറിയിക്കുന്നതാണ്, പല ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്, പക്ഷേ അവർ തീർത്തും നിരാശപ്പെടുകയാണ് ഉണ്ടായത് യൂസുഫിൽ നിന്ന് ബിനിയാമീനെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ബിനിയാമീനെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ എന്നാണ് പറയുന്നത്. അവർ നോക്കിയേ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ ഈ യാ അയ്യുഹൽ അസീസ്, യാ അയ്യുഹൽ അസീസ് എന്ന് അവർ അഭിസംബോധന ചെയ്തു രാജാവിനെ. എന്നിട്ട് പറഞ്ഞു ഇന്നലഹു അബുൻ, ഇന്നലഹു അബൻ, അത് ഷെയ്ഖൻ അല്ലേ, കബീറൻ, ഇതൊക്കെ അബ് ഒരു വാപ്പ, അതും വൃദ്ധനായ വാപ്പ. അപ്പോൾ ആ വാപ്പക്ക് എത്ര ആർദ്രത ഉണ്ടാവും ഈ ഒരു മകൻ്റെ വിഷയത്തിൽ. പിന്നെ ആ വാപ്പ ഷെയ്ഖാണ്, വൃദ്ധനാണ്, വാപ്പാൻ്റെ ആർദ്രത, പിന്നെ ആ വാർദ്ധക്യത്തിൻ്റെ ആ സാഹചര്യ സവിശേഷത, പിന്നെ കബീറൻ, കബീർ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ഒന്നുകിൽ ഷെയ്ഖൻ കബീർ എന്ന് പറഞ്ഞാൽ പടുവൃദ്ധൻ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ കബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോത്രമൂപ്പൻ, അല്ലെങ്കിൽ കുടുംബത്തിലെ നാഥൻ, അല്ലെങ്കിൽ ആ നാട്ടിലെ പ്രധാനി എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ. ഈ പ്രധാനിക്ക് ഒരു അപമാനം വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മൊത്തം അപമാനമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു അപമാനഭാരം ഉണ്ടല്ലോ, അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവർ പറയണത് എന്ത്, ഹുദ് അഹദന മക്കാനഹു, ബിന്യാമീനെ പിടിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാളെ പിടിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അവർ അത് നിർത്തിയില്ല, പിന്നെ അവരെന്താ പറഞ്ഞത്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, കണ്ടാ അവരതും കൂടി സമർപ്പിക്കണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല സുഹൃതവാനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബിന്യാമീനെ വിട്ടിട്ട് വേറൊരാളെ പിടിക്കണം എന്ന് പറയണം. പണയായിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് വിടണമെന്ന് പറയുന്നില്ല, പിന്നെ പണയായിട്ട് ഞങ്ങളൊരാളെ പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ പകരമായിട്ട് വേറൊരാളെ പിടിച്ചു വെക്കാം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി അവർ എത്ര പ്രയോഗങ്ങൾ നടത്തി. പക്ഷേ അതാണ് ഷഫായത്ത് നടത്തുമ്പോൾ, അഭ്യർത്ഥന നടത്തുമ്പോണ്ടല്ലോ ഷഫായത്തിൽ അതിൻ്റെ പിന്നെ ശൈലി,
അത് ഏറ്റവും സുന്ദരമായ ശൈലിയാണ് ഇവിടെ പ്രയോഗിച്ചത്. പക്ഷേ എന്നിട്ടും അവർക്ക് രക്ഷ കിട്ടിയില്ല. പിന്നെ അതാണ് ഇവിടെ ഒരു പ്രധാന വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മളൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടല്ലോ, വെട്ടൊന്ന് കഷ്ണം രണ്ട് അങ്ങനെയല്ല. പിന്നെയോ പിന്നെ ഷഫാഅത്തിന് അതിൻ്റേതായ ശൈലിയും രീതിയും ഉണ്ട്, ഭാഷയിൽ. അതിൽ പെട്ടതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു വിഷയമുണ്ട്. എന്താ ഈ ബർമക്കികളുടെ കാലത്ത് ഈ അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഭരണത്തിൽ ഭയങ്കരമായിട്ട് പൂണ്ടുകൂടിയൊരു ഗോത്രമായിരുന്നു ബർമക്കികൾ. ബറാമിക്ക എന്ന് പറയുന്നൊരു കുടുംബം. ഖലീഫ ഹാറൂൺ റഷീദ് ഭരണം നടത്തിയിരുന്ന കാലത്ത് പിന്നെ കത്തിയും കൗത്തും അല്ലെ പിന്നെ ഏൽപ്പിച്ച ഒരു ടീമായിരുന്നു ഈ ബർമക്കികൾ. അതുകൊണ്ട് തന്നെ അവർ ശരിക്ക് അധികാരത്തിൽ ഇടം നേടി. ഹാറൂൺ റഷീദിന് പകരം ബർമക്കികൾ അങ്ങനെയായിരുന്നു. പിന്നെ യഹ്യ അൽ ബർമക്കി, അതേപോലെ തന്നെ മകൻ ജാഫർ അൽ ബർമക്കി, പിന്നെ ഫضൽ അൽ ബർമക്കി. ജാഫറിൻ്റെ മകനാണ് ഫضൽ. ഇതിൽ ഇവരെ അധികാരത്തിൽ പിടിച്ചു തൂങ്ങിയ കാലത്ത് അവർ എന്ത് ചെയ്തു? അതിനെ നന്നായി ഇതൊരു ഉപയോഗപ്പെടുത്തി. ആളുകൾക്ക് പിന്നെ ആദ്യം കുറേ നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലും പിന്നീട് അവരുടെ തനിനിറം വന്നു. അധികാരത്തിൽ അവർ കൂടിയപ്പോൾ ഒരു പിതാവ് തൻ്റെ മകൻ്റെ വിഷയവും പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ബർമക്കി കുടുംബം അയാളെ മുന്നിലിട്ട് അറുക്കുകയാണ് ചെയ്തത്, മകനെ. മനസ്സിലായി? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പ്രാർത്ഥിച്ചു എന്നാണ്, അല്ലാഹുമ്മ ഖുദ്ഹും അഖ്ദ അസീസിൻ മുഖ്തദിർ. എന്താ? അള്ളാഹുവേ, അവരെ നീ പിടികൂടണമേ. അഖ്ദ അസീസിൻ മുഖ്തദിർ, എല്ലാത്തിനും കഴിവുറ്റവനായ അജയ്യനായ നിൻ്റെ അള്ളാഹുവിൻ്റെ പിടുത്തം അതുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന്. അത് രാത്രിയുടെ മറവി. എന്തായാലും ഹാറൂൺ റഷീദ് എല്ലാ സ്ഥാനവും നൽകിയ ഹാറൂൺ റഷീദിന് പകരം ബർമക്കികൾ എന്നായിരുന്നു. അങ്ങനെ ഭരണത്തിൽ സ്വാധീനം നടത്തിയവരെ ഇവർക്ക് എതിരി പെട്ടെന്നാണ് ഹാറൂൺ റഷീദ് തിരിഞ്ഞത്. അല്ലേ? ഈ മൂന്നാളുകളെയും ജയിലിലടച്ച് 190 ഹിജ്റയുടെ 190 യഹ്യ ജയിലിൽ കിടന്ന് മരിച്ചു. ഫضൽ 193 മരിച്ചു. അതൊക്കെ ജയിലിലാക്കിയിട്ട് ജയിലിൻ്റെ ആ പിന്നെ ശിക്ഷയുടെ ആ കാഠിന്യത്തിലാണ് മരിച്ചത്. അല്ലേ? ഈ ജാഫർ ക്രൂശീകരിക്കപ്പെടുകയാണ് ചെയ്തത്. ഇയാളെ ക്രൂശിക്കുകയാണ് ചെയ്തത്, കൊല്ലുകയാണ് ചെയ്തത്. ഈ ജാഫറിൻ്റെ പ്രത്യേകത ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. ജാഫർ അൽ ബർമക്കി ഇതുണ്ടല്ലോ, ജാഫർ അൽ ബർമക്കിയും ഹാറൂൺ റഷീദും മുലകുടി ബന്ധത്തിൽ സഹോദരനാണ്. കാരണം യഹ്യ അൽ ബർമക്കിൻ്റെ ഭാര്യ ഉമ്മു ഹാറൂൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശരിക്കും ഉമ്മു ജാഫറാണ്. യഹ്യ അൽ ബർമക്കിൻ്റെ ഭാര്യ ജാഫറിൻ്റെ ഉമ്മ. ഈ ജാഫറിൻ്റെ ഉമ്മയാണ് ഹാറൂൺ റഷീദിനും പാൽ കൊടുത്തത്. അപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ ആയയാണ്, മുലകുടി ബന്ധത്തിൽ ഉമ്മയാണ് ഈ ഉമ്മു ജാഫർ. ഉമ്മു ജാഫർ എന്ന് പറഞ്ഞിരുന്ന പോലെ തന്നെ ഉമ്മു ഹാറൂൻ എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഹാറൂൺ റഷീദിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ. പക്ഷേ ജാഫറിനെ പെട്ടെന്ന് കൊന്നില്ല. ബാപ്പാക്കും മകനും ശേഷമാണ് കൊന്നത്. ചരിത്രത്തിൽ ഞാൻ എൻ്റെ ഒരു വിഷയം ഇത് പറയുന്നത് വെച്ചാൽ, ജാഫറിനെ കൊല്ലാൻ വേണ്ടി തൂക്കിക്കൊല്ലാൻ വിധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മ വരികയാണ് ഹാറൂൺ റഷീദിനോട് സംസാരിക്കാൻ. ഹാറൂൺ റഷീദ് ഖലീഫയാണ്. എങ്ങനെ ഉമ്മ വരുന്നത് അറിയോ? ഉമ്മ വരുന്നത് കാൽനടയായിട്ടാണ്. അതൊക്കെ അചിന്തിയാണ്. കാരണം ഒന്ന് ഈ കുടുംബത്തിൻ്റെ ആസ്ഥാനം, പിന്നത് ഹാറൂൺ റഷീദിൻ്റെ ഉമ്മല്ലേ. അപ്പോൾ പിന്നെ പറയണം ഇങ്ങനെ ഉമ്മു ഹാറൂൺ വന്നിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട് എന്ന് പറയാണ് ഗേറ്റിലെ രാജാവിനോട്. അപ്പോൾ പിന്നെ ഹാറൂൺ റഷീദിന് അത്ഭുതം, നടന്നാണ് വരുന്നത് ചോദിക്കാൻ. അപ്പോൾ പറയണ ബൽ ഹാഫിയ, നടന്നിട്ട് മാത്രമല്ല ചെരുപ്പിടാതെ തന്നെ നഗ്നപാതയായിട്ടാണ് വരുന്നതെന്ന് പറയണത്. അപ്പോൾ നോക്കണം, അതൊക്കെ എന്തിനാണ്? ഹാറൂൺ റഷീദിന് മനസ്സിനെ വിലക്കാനാണ്. അപ്പോൾ പിന്നെ ഹാറൂൺ റഷീദ് വരാൻ പറഞ്ഞിട്ട് ഹാറൂൺ റഷീദ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് വരികയാണ്. എന്തിനാണ് വരുന്നത്? ഈ ജാഫറിന് വേണ്ടിയിട്ട് സംസാരിക്കാനാണ്. മറ്റുള്ള രണ്ടാളും ജയിലിൽ കിടന്ന് മരിച്ച്.
അങ്ങനെ ഹാറൂൻ പറയാണ് ഹാറൂൺ റഷീദിനോട്, അമീർ മുഅ്മിനീൻ, നിങ്ങൾ ജാഫറിനെ വധിക്കാൻ വിധിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ കുറിച്ച് പറഞ്ഞത് എന്താ? യംഹുല്ലാഹു മാ യശാ വ യുസ്ബിത്. യംഹുല്ലാഹു മാ യശാ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായിക്കും. വയുസ്ബിത്, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു വരെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് മായിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യും? അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് എന്തിനാ പറഞ്ഞത് യംഹുല്ലാഹു മാ യശാ വ യുസ്ബിത് എന്ന് പറഞ്ഞാൽ എന്തിനാ? ഹാറൂൺ റഷീദ് വിധിച്ചത്, കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് ഒഴിവാക്കാനാണ്. പക്ഷേ ഹാറൂൺ റഷീദ് പറഞ്ഞത്, ഉമ്മനോട് പറഞ്ഞതാണ്, ഹാദാ മാ അസ്ബതഹുല്ലാ എന്നാണ്. ഹാദാ മാ അസ്ബതഹുല്ലാ, എന്താ അർത്ഥം? അള്ളാഹു ഉദ്ദേശിച്ച അവന് വായിക്കും, അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹു സ്ഥിരപ്പെടുത്തുക ചെയ്യുന്നതല്ലേ. ഇത് അള്ളാഹു ഇസ്ബാത്ത് ചെയ്താണ്, വായിച്ചതല്ല, ഇത് അള്ളാഹു തീരുമാനിച്ചതാണ് എന്നിട്ടുണ്ടെങ്കിൽ ജാഫറിനെ വധിക്കും എന്നുള്ളതിൽ ഉറച്ചു നിൽക്കാൻ അല്ലേ. അപ്പോൾ പിന്നെ ഹാറൂൻ പറയാണ്, എൻ്റെ മകനല്ലേ, എൻ്റെ മകനല്ലേ എന്ന് പറയുമ്പോൾ എന്തിനാ ഓർക്കണത്? ഈ ജാഫർ കാരണത്താലാണ് ഹാറൂൺ റഷീദ് മകനായത്. ജാഫർ കാരണത്താലാണ് ഹാറൂൺ റഷീദ് ഹാറൂൻ്റെ മകനായത്. അത് പറയാണ്, എൻ്റെ മകനല്ലേ. അപ്പോൾ പറയാണ്, എഴുത്തബരീനി റിവദൻ അൻഹൂന, എന്നെ ഇവന് പകരമായിട്ട് പരിഗണിക്കാൻ പറയാം. എന്താ ഹാറൂൺ റഷീദ് പറയാണ് ഹാറൂനോട്, എന്നെ ജാഫറിന് പകരമായിട്ട് പരിഗണിക്കാൻ പറയൂ എന്ന് പറഞ്ഞാലും ജാഫറിന് വധിക്കും, പകരം ഞാൻ നിങ്ങൾക്ക് മകനായി ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഹാറൂൻ പറയാണ്, ഏതൊരു മകൻ കാരണത്താലാണോ താങ്കൾ എനിക്ക് മകനായത്, ഏതൊരു മകൻ കാരണത്താലാണോ താങ്കൾ എനിക്ക് മകനായത്, ആ മകന് വേണ്ടി ഞാൻ ശുപാർശ പറയണ്ടേന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇത് നോക്കി ആ പ്രയോഗം ഈ ജാഫറിനെ കുറിച്ച് പറഞ്ഞു, ഏതൊരു മകൻ കാരണത്താലാണോ അമീറുൽ മുഅ്മിനീൻ താങ്കൾ എനിക്ക് മകനായത്, അങ്ങനെയുള്ളൊരു മകന് വേണ്ടിയിട്ട് ഞാൻ കരയണ്ടേ, ഞാൻ ശുപാർശ ചെയ്യണ്ടേന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും ഹാറൂൺ റഷീദ് അന്ന് അളവ് കുലുങ്ങിയില്ലെന്ന്. അത് ഇതൊക്കെ ശരിക്കും ആ ശൈലിയൊക്കെ മനസ്സിനെ പിടിച്ചുലക്കുന്ന ശൈലിയാണ്. അപ്പോൾ ഹാറൂൺ എന്താ ചെയ്യാനറിയോ? ഒരു ചെപ്പെടുക്കുകയാണ്, ആ ചെപ്പെടുത്തിട്ട് അത് തുറന്നിട്ട് അതിൽ നിന്ന് ആദ്യം ചെറിയ കുട്ടിക്കുപ്പായങ്ങൾ പുറത്തിട്ടു, കുട്ടിക്കുപ്പായങ്ങൾ, പിന്നെ കുറേ മുടി പുറത്തിട്ടു, പിന്നെ കുറേ പല്ലുകൾ പുറത്ത് കാണിക്കുക. എന്തിനാ അറിയോ? ഈ ഹാറൂൺ പാലെടുത്ത് വളർത്തിയാണ് ആര്? ഹാറൂൺ റഷീദിനെ. ഹാറൂൺ റഷീദ് കുട്ടിയായിരിക്കുമ്പോൾ ധരിച്ചിരുന്ന കുപ്പായങ്ങൾ എടുത്തു വെച്ചാണത്. പിന്നെ ഹാറൂൺ റഷീദിനെ മുടി കളഞ്ഞപ്പോൾ ആ മുടി എടുത്തു വെച്ചതാണ് ഹാറൂൺ. പിന്നെ ഹാറൂൺ റഷീദിൻ്റെ ചെറുപ്പത്തിൽ കൊഴിഞ്ഞ പല്ലുകൾ എടുത്തു വെച്ചാണ്. അപ്പോൾ അത്രയും ഹാറൂൺ ആരെ വളർത്തിയിട്ടുണ്ട്? പാല് കൊടുത്ത് ഹാറൂൺ റഷീദിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. എന്തിന്? ഈ അപേക്ഷ ഹാറൂൺ റഷീദ് ഇത് കണ്ടിട്ട് ഒന്ന് മനസ്സറിഞ്ഞ് സ്വീകരിക്കുക. പക്ഷെ ഹാറൂൺ സ്വീകരിച്ചില്ല, ഹാറൂൺ റഷീദ് സ്വീകരിച്ചില്ല. കാരണം അവർ ഇത്ര മാത്രം, കാരണം ഇവരോട് ചോദിക്കുകയാണ്, നമുക്ക് പിന്നെ ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിനും ഭരണത്തിനും ഇത്ര സ്വാധീനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിന്ദ്യരായി ഹീനരായി എന്നാണ്. ജയിലിൻ്റെ കുടുസതയിൽ കിടന്നിട്ട് വാപ്പിയും മകനും മരിച്ച്, പിന്നെ നിന്ദ്യമായി ക്രൂശീകരിക്കപ്പെട്ടു ജാഫർ അൽ ബർമക്കി. എന്തുകൊണ്ട് നമുക്ക് ഈ നിന്ദ്യത എന്ന് പറഞ്ഞപ്പോൾ അത് മർദിതരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. മർദിതരുടെ പ്രാർത്ഥന അത് രാത്രിൻ്റെ മറവിൽ മാനത്തേക്ക് ഉയർന്നു. നമ്മൾ ആ സമയത്ത് ഉറങ്ങിക്കിടന്നു, ആ സമയം അള്ളാഹു ഉറപ്പുള്ളവനല്ല, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ പിന്നെ ഹാറൂൺ റഷീദിൻ്റെ ഒരു പെങ്ങളുണ്ട്, അലിയ ബിന്തുൽ മഹദി എന്ന് പറയും. അലിയ ബിന്തുൽ മഹദി ഹാറൂൺ റഷീദിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പെങ്ങളെ. ഈ അലിയ വന്നിട്ട് ഹാറൂൺ റഷീദിനോട് ചോദിക്കാണ്, അങ്ങ് എന്തിനാണ് ജാഫർ അൽ ബർമക്കിയെ കൊന്നത്? കൊല്ലാൻ വിളിച്ചിട്ട് എന്തിനാണ് ജാഫർ അൽ ബർമക്കിയെ കൊന്നത്? അപ്പോൾ ഹാറൂൺ റഷീദ് പറയാണ്, ഞാൻ എന്തിന് ജാഫർ അൽ ബർമക്കിയെ കൊന്നു എന്നുള്ളത് എൻ്റെ കമീസ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ കമീസിനെ ചുട്ടരിക്കുമായിരുന്നു. ഞാൻ എന്തിനാണോ ഇയാളെ കൊന്നത് അത് ഞാൻ ധരിച്ച വസ്ത്രം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ വസ്ത്രം ചുട്ടുവെക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ആരോടത് പറയില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു പിന്നെ അദ്ദേഹം ക്രൂശീകരിക്കപ്പെട്ടു. വളരെ ഹീനമായ രീതിയിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. മനസ്സിലായോ? അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ഷഫാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ പറയുമ്പോൾ അതിൻ്റെ ആ പ്രയോഗങ്ങൾ, അതിൻ്റെ ആ ശൈലി, അതിൻ്റെ ആ രീതി, അത് പിന്നെ അത്രയും വശ്യമായിരിക്കണം എന്നുള്ളതാണ് ഇതിന് ഈ അപേക്ഷ സ്വീകരിക്കാൻ വേണ്ടി. പക്ഷേ ചിലത് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എത്ര വശ്യമായാലും എത്ര സുന്ദരമായാലും എത്ര ഹൃദയമായാലും അതെന്ത് ചെയ്യൂല, ഒക്കെ അള്ളാൻ്റെ തൗഫീഖാണ്. ഈ ഇത് ഈ ജാഫർ വധിക്കപ്പെട്ടപ്പോൾ ഹാറൂൺ ഒരിട്ട് പോലും കരഞ്ഞിട്ടില്ല എന്നാ, കരഞ്ഞില്ല. കാരണം ഇത്രമേൽ ശുപാർശ പറഞ്ഞിട്ടും ഇങ്ങനെയുള്ളൊരു മകൻ, ഇങ്ങനെയുള്ള ഒരു ഹാറൂൺ റഷീദ് ഒന്ന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ഇവർ ചെയ്ത ക്രൂരത എന്തായിരിക്കും? അവർക്ക് എത്ര ഒരു തൗഫീഖില്ലാത്ത അവസ്ഥയാണ്. അള്ളാഹു കാക്കട്ടെ, നഊസുബില്ലാ. അപ്പോൾ അതാണ് ഇത് ഒരു വിഷയം. ഇവിടെ അതാണ് വിഷയം, അതാണ് വിഷയം. കാരണം അവർ ഈ സഹോദരങ്ങൾ ചെയ്ത ആ ഒരു ഇന്നലകളിലെ ക്രൂരത, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അവർ ചെയ്തതായ ആ ഒരു കൊടിയ ചതി, വഞ്ചന, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ ആ നോവും മുറിവും, ഇതൊക്കെ ഇവിടുത്തെ പിന്നെ ഒരു വിഷയമാണ്. അതില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നാളെ പറഞ്ഞില്ലേ, ഖാലിദുൽ ഖസറിനോട് പിന്നെ ഒരാൾ 1,00,000 പണം ചോദിച്ച്. ഖാലിദുൽ ഖസറി ഒരു ഔദാര്യവാനാണ്. അപ്പോൾ ഒരു അറബി വന്നിട്ട് മൂപ്പര് കൊണ്ടുപോയി വെച്ച മധുര ചോദിക്കണത് 1,00,000 പണം, ദിർഹം, 1 ലക്ഷം പണം ചോദിക്കുകയാണ്. ഖാലിദുൽ ഖസറിൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയി. ഇതാ ഔദാര്യ ചോദിക്കണേ. ആ 1,00,000 അത്ര കൂടുതലല്ലേ, 1,00,000 അത് കൂടുതലെന്നില്ലെന്ന് ചോദിക്കുകയാണ് ഖാലിദുൽ ഖസരി, അമീറുൽ ഇറാഖിൻ്റെ അമീർ. അപ്പോൾ ഉടനെ ആറാന്ന് പറയുന്നത് 10,000 മതി. 1,00,000 നേരെ 10,000, എത്ര കുറച്ചത്? 90,000. അപ്പോൾ ഖാലിദുൽ ഖസരി പറയാണ്, അതിൻ്റെ ഇത്ര കുറച്ച്. അവയാൾ പറയാണ്, ഞാൻ ചോദിച്ചപ്പോൾ അമീറിൻ്റെ ഖദർ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്, പിന്നെ ഞാൻ കുറച്ചപ്പോൾ എൻ്റെ ഖദർ കണ്ടിട്ടാണ് കുറച്ചത്. അമീർ ഉടനെ പറഞ്ഞു 1,00,000 കൊടുക്കാം. ഞാൻ ചോദിച്ചത് 1,00,000 മുഴുവൻ കൊടുക്കാൻ പറഞ്ഞാൽ ഈ ശൈലിയിൽ. അമീറിൻ്റെ വലിപ്പം എത്രയാണോ അത് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് 1,00,000. അത് കൂടുതൽ കണ്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചോദിച്ചു എന്ന് കാരണം. ചില ശഫാഅത്തൊക്കെ ഇങ്ങനെ മതി. പക്ഷേ ഇതുണ്ടോ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പരീക്ഷിക്കുന്നത് അത് ഇവരുടെ ഈ ഒരു ചെയ്തിയുടെ പിന്നെ കയ്പ്പ് അവർ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്, രുചിക്കുന്നതിന് വേണ്ടിയാണ്. അലാ കുല്ലിൻ ഇവിടെ ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത്, ഇവർ പല ശ്രമങ്ങൾ നടത്തി പല ശൈലി പ്രയോഗിച്ച് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ലമ്മസ്തൈഅസൂ മിൻഹു എന്നാണ്, അങ്ങേയറ്റം അവർ നിരാശപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്ത്, നമ്മുടെ ഈ ആയത്തുണ്ടല്ലോ, ഖാല മഅദല്ലാഹി അൻ നഅഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅന ഇൻദഹു എന്നുള്ളത്, നമ്മൾ മുമ്പ് ഇവിടെ ഒരു ചരിത്രം പറഞ്ഞത് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി ബന്ധപ്പെട്ടു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണം നടത്തിയിരുന്ന കാലത്ത്, അമവികളുടെ ഗവർണറായിട്ട് ഭരണം നടത്തിയിരുന്ന കാലത്ത് ഈ സുലൈഖ് ഇബ്നു സൽക്ക അല്ലെങ്കിൽ സലക്ക എന്ന് പറയുന്നൊരു വ്യക്തിയെ പിടികൂടി. സുലൈഖ് ബിൻ സലക്ക. ഈ സുലൈഖിൻ്റെ സഹോദരൻ അമവികളുടെ ഭരണത്തിനെതിരിൽ അബ്ദുറഹ്മാൻ ബിൻ അഷസിൻ്റെ, അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു ഈ ഭരണത്തിനെതിരിൽ. അപ്പോൾ അയാളുടെ പക്ഷം ചേർന്നിട്ട് അമവികൾക്കെതിരിൽ പോയ വ്യക്തിയാണ് സുലൈഖിൻ്റെ സഹോദരൻ. സുലൈഖിൻ്റെ ഒരു സഹോദരൻ അമവികൾക്കെതിരിൽ വിപ്ലവം നയിച്ച് അബ്ദുറഹ്മാൻ ബിൻ അഷസ് എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങിയപ്പോൾ അയാളുടെ പക്ഷം ചേർന്നാണ് ഭരണകൂടത്തിനെതിരിൽ. തൻ്റെ സഹോദരൻ, ഈ സുലൈഖിൻ്റെ സഹോദരൻ അതിൽ പെട്ടുപോയി എന്നതിനാൽ ഈ സുലൈഖിനെ എന്ത് ചെയ്ത്, സുലൈഖ് ബിൻ സലക്കയെ അയാളുടെ വീട് പൊളിച്ച്, ഹജ്ജാജിൻ്റെ സൈന്യം സെയ്ദ് ബിൻ അബി മുസ്ലിം എന്ന് പറയുന്ന സൈന്യാധിപൻ, അയാൾ എന്ത് ചെയ്ത് ഈ സുലൈഖിൻ്റെ വീട് പൊളിച്ച്, പിന്നെ അയാൾക്കുള്ള മാസത്തിൽ കൊടുക്കുന്ന ഇതുണ്ടല്ലോ വേതനം, അത് നിർത്തി. പിന്നെ ദീവാനിൽ നിന്ന് പേരും പറ്റി. ദീവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദീവാൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ നൽകുക. ദീവാനിൽ നിന്ന് പേര് വെട്ടി, പിന്നെ പെര പൊളിച്ച്, പിന്നെ അത്താഴ് നിർത്തി, വേതനം കൊടുക്കുന്നത് നിർത്തി. എന്താ കുറ്റം? അവിടെ നമ്മൾ നാളെ പറഞ്ഞില്ലേ, തല വലുതാണ്, ചെറിയ തലയുള്ളവനെ പിടിച്ച് തൂക്കാൻ പാടില്ല എന്ന മാതിരി. ഇതാണ്
ഇയാളുടെ സഹോദരൻ പിന്നെ അബ്ദുറഹ്മാൻ ബിൻ അഷ്റസിൻ്റെ കൂടെ കൂടിയത് കാരണത്താലാണ്. അപ്പോൾ പിന്നെ ഇയാളുടെ ഈ സുലൈക്ക് ഹജ്ജാജിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് ഹജ്ജാജിനോട് പറയാണ്, അമീർ, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം, നിങ്ങൾ കണ്ണ് തുറന്ന് എന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, പിന്നെ എൻ്റെ സഹോദരൻ ഇബ്നുൽ അഷ്അസിൻ്റെ കൂടെ സൈന്യത്തിൽ പോയത് കാരണത്താൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ സെയ്ദ് ബിൻ അബി മുസ്ലിം എൻ്റെ വീട് പൊളിച്ചു, എനിക്കുള്ള അത്താഴം നിർത്തിവെച്ചു, ദീവാനിൽ നിന്ന് എൻ്റെ പേരും വെട്ടി. അതുകൊണ്ട് എന്നോട് കനിയണം എന്ന് പറയണം. അപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു കവിത ചൊല്ലുകയാണ് അയാളോട്. എന്താ കവിത ചൊല്ലണ അറിയോ? ജാനി കമൻ യജ്നി അലൈക വഖത് തഅദു സിഹാഹ മബാരികുൽ ജുറുബി വലറുബ്ബ മൗഖൂദിൻ ബി അശീറത്തിൻ നജൽ മുഖാരിഫു സാഹിബു ദംബി എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രോഗം പിടിച്ച ഒട്ടകക്കൂട്ടിൽ രോഗമില്ലാത്ത ഒട്ടകം പോയി കിടന്നാൽ എന്താ ഉണ്ടാകുക? രോഗം പിടിച്ച ഒട്ടകങ്ങളുടെ കൂട്ടിൽ പോയിട്ട് രോഗമില്ലാത്തൊരു ഒട്ടകം കിടന്നാൽ രോഗപ്പകർച്ച ഉണ്ടാകും അല്ലേ? നിങ്ങൾ രോഗമുള്ള സഹോദരൻ്റെ കൂടെ പാർത്താണ്, അതുകൊണ്ട് ആ രോഗം നിങ്ങൾക്ക് ഉണ്ടാവും. വലറുബ്ബ മൗഹൂദിംബി അഷീറത്തിൻ, എത്ര പിന്നെ ആളുകളെയാണ് കുടുംബക്കാരൻ കാരണത്താൽ പിടികൂടിയിട്ടുള്ളത്. നജൽ മുഖാരിബു ഫു സാഹിബു ദംബി എന്നാണ്. കുറ്റം ചെയ്തവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ കൂടെ കിടന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവൻ അതിൻ്റെ പേരിൽ പിടികൂടിയിട്ടുണ്ടാവും. ഇതാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗമുള്ള ഒട്ടകത്തിൻ്റെ ഒപ്പം നടന്നാണ്, അതുകൊണ്ട് ആ രോഗം നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞത് തരും. ആ ചെയ്തതിനെ, തൻ്റെ പേര് വെട്ടിയതിനെ, വീട് പൊളിച്ചതിനെ, പിന്നെ അത്താഴം നിർത്തിയതിനെ ഹജ്ജാജ് ന്യായീകരിച്ചു. അപ്പോൾ ഈ വ്യക്തി സുലൈഖ് ഇബ്നു സലക പിന്നെ ഹജ്ജാജിനോട് പറയാണ്, യുഹൽ അമീർ, നിങ്ങൾ എന്നോടിപ്പോൾ ഒരു കവിത ചൊല്ലിയിട്ടാണ് പറഞ്ഞത്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതിന് നേരെ എതിരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതിന് നേരെ എതിരാണ്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? പിന്നെ യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ ഫഖുദ് അഹദന മക്കാനഹു ഇന്ന നറാക മിനൽ മുഹ്സിനീൻ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സഹോദരങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഅദല്ലാ അൻ നഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅന ഇൻദഹു ഇന്ന ഇദല്ലം വാലിമൂൻ. ഇതാണ് ആര് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തെറ്റ് ചെയ്തവൻ മാത്രമേ പിടികൂടാൻ പാടുള്ളൂ. ആ തെറ്റിൻ്റെ പേരിൽ മറ്റൊരാൾ പിടികൂടുക എന്നുള്ളത് പാടില്ല. അതല്ല അതിൻ്റെ ആശയം. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന് നേരെ എതിരാണ് എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് അതൊരു ബ്രേക്കാണ് മൂപ്പർക്ക്. അത് ഖുർആൻ ഓതിയിട്ട് ഹജ്ജാജിനോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജാജ് അതിന് മുന്നിൽ ശരിക്ക് ആ ആയത്തുകൾ അദ്ദേഹത്തിന് പൂച്ചുവിലങ്ങ് ഇടുമായിരുന്നു എന്നാണ്. പൂച്ചുവിലങ്ങ്, അതാണ് ഹജ്ജാജിൻ്റെ പ്രത്യേകത. അദ്ദേഹം ഖുർആൻ പച്ചവെള്ളം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം പോലെ ആയിരുന്നു. ഒരൊറ്റ നിർപ്പിൽ ഖുർആൻ മുഴുവൻ മനസ്സിൽ കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്നാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. ഭയങ്കര ക്രൂരനാണ്, രക്തച്ചൊരിച്ചിൻ്റെ ആളാണ്, കേസുകളും വിഷയങ്ങളൊക്കെ ഒതുക്കാൻ നിപുണനാണ്. ഒതുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെട്ടി ഒതുക്കാനുള്ള നൈപുണ്യമുള്ളതാണ്. പക്ഷെ അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ഭയങ്കര കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. അപ്പോൾ ഇത് കേട്ടതോടുകൂടി ഉടനെ വിളിക്കുകയാണ് സെയ്ദ് ബിൻ അബി മുസ്ലിമിനെ. എന്നിട്ട് പറയാണ്, പിന്നെ ഈ വ്യക്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയെന്നാണ് സെയ്ദ് ബിൻ അബി മുസ്ലിം. എന്നിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് തിരിച്ചു ചേർക്കാൻ പറഞ്ഞു ദീവാനിൽ. അദ്ദേഹത്തിന് പുതിയ വീടുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ നിർത്തിവെച്ച വേതന ഉണ്ടല്ലോ അത് കൊടുക്കാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, സദഖല്ലാഹു വകദബ ശായിർ, അള്ളാഹ് പറഞ്ഞതാണ് സത്യം, കവി പറഞ്ഞാണല്ലോ മൂപ്പര് പറഞ്ഞത്. കവി പറഞ്ഞത് കളവാണ് എന്നുള്ളത് നാട്ടിൽ മുഴുവൻ വിളംബരം ചെയ്യാൻ പറഞ്ഞു. നാട്ടിൽ മുഴുവൻ അത് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു എന്നാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന പിന്നെ ഭരണാധികാരി. അതിന് ഞാനിവിടെ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ഈ ആയത്ത് ഇങ്ങനെ ഒരു ചരിത്ര വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു വചനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അലക്കുൽ നമ്മുടെ തുടർച്ചയിലേക്ക് പോവാം. ഫലം മസ്തൈഅസു മിൻഹു, ബിന്യാമീനെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ ഈ സഹോദരങ്ങൾ തീർത്തും നിരാശപ്പെട്ടപ്പോൾ ഖലസു നജിയ എന്ന് പറഞ്ഞാൽ എന്താ? ഖലസു എന്ന് പറഞ്ഞാൽ
ഇൻഫറദു അവർ തനിച്ചായി. ഇൻഫറദു നജീയൻ എന്ന് പറഞ്ഞാൽ രഹസ്യഭാഷണം നടത്തുന്നവരായി. നജീയൻ ഖലസൂ നജീയ. സ്വകാര്യം പറയാൻ എന്ത് ചെയ്തു? സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടിയിട്ട് അവർ ഈ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി, തനിച്ച് കൂടി. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ജനസമക്ഷാണ്. ആളും പാളും കൂടി. കാരണം എന്താ വിഷയം? രാജാവിൻ്റെ സുവായന് പാനപാത്രത്തെ മോഷ്ടിച്ചു എന്നുള്ളതാണ് വാർത്ത. അത് തന്നെ മുഅദ്ദിനുൻ അവിടെ വിളിച്ചു പറയുകയാണ് ചെയ്തത്. ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ മോഷ്ടാക്കളാണ് എന്നുള്ളത് അവിടെ ഘോഷിക്കുകയാണ് ചെയ്തത്. അതോട് കൂടിയിട്ട് ആളും പാളും കൂടി. ഈജിപ്തിലുള്ളവർ മാത്രമല്ല, പരിസര നാട്ടിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ വാർത്തയായപ്പോൾ ആളും പാളൊക്കെ കൂടിയെടുത്താണ് ഇതൊക്കെ നടക്കണത്. പക്ഷേ പിന്നെന്ത് ചെയ്തു? ഈ വിഷയത്തിൽ അവർ തീർക്കും നിരാശപ്പെട്ടപ്പോൾ ഖലസു, ഈ സഹോദരങ്ങൾ എന്ത് ചെയ്തു? ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി തനിച്ചായിട്ട് നജീയൻ, അവർ രഹസ്യഭാഷണം നടത്തുന്നവരായി. നജീ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പ് വന്നില്ലേ? എവിടെ നജീ വന്ന്? എവിടെ നജീ എന്ന് വന്നിട്ടില്ല? എവിടെ വന്നതുപോലെ തോന്നുന്നു. മറിയമിൽ വഖറബൻ വദ്കുർ ഫിൽ കിതാബി മൂസ إنه كان مخلصا وكان رسولا نبيا وناديناه من جانب الطور الأيمن وقربناه نجيا. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ഖറബിനാഹു, നാം നമ്മിലേക്ക് അടുപ്പിച്ചു. നജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യ സംഭാഷണം നടത്തുന്നവനായി. അതിനു വേണ്ടി അവിടെ നജിയ എന്ന് പറഞ്ഞാൽ അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തനിച്ചാണ് അല്ലേ? ഇവിടെ ഖലസു നജിയ എന്ന് അറിയുമ്പോൾ ഇവിടെ എത്ര ആളാ? ഇവിടെ എത്ര? 10-11 ആളില്ലേ? ബിനിയാമീനും ഉണ്ട്. ബിനിയാമ് അല്ലെങ്കിൽ 10 ആളില്ലേ? ചുരുങ്ങിയ 10 ആൾ. പക്ഷെ അവിടെ നജിയ, ഒരാൾക്കും നജിയ, 10 ആൾക്കും നജിയ. രഹസ്യ ഭാഷണം നടത്തുന്നവരായി ഖലസൂന്നാണ്. അപ്പോൾ ഇങ്ങനെ നജിയ എന്നറിയുന്നത് അങ്ങനെ പറയൂ. ഈ സീഗൻ്റെ പ്രത്യേകതയാണ്, ഫഈൽ വസിനാണ്. നജിയ എന്നുള്ളത് നജിയ എന്നാണ്. അതിന് പിന്നെ വൽ മലായികത്തു ബഅദ ദാലിക ബഹീർ എന്നാണ് പറയുന്നത്. മലക്കുകൾ അതിനപ്പുറം ബഹീർ എന്ന് പറഞ്ഞാൽ എന്താ? സഹായിക്കുന്നവർ എന്നാണ്. ബഹീർ എന്ന് പറഞ്ഞാൽ ആ പദം മുഫ്രദാണ്. പക്ഷേ ഈ ഫഈൽ വസീൻ്റെ പ്രത്യേകതയാണ്, ഒരാൾക്കും ഒന്നിലധികം ആളുകൾക്കും എന്ത് ചെയ്യും? അത് പ്രയോഗിക്കും. ഇവിടെ ഖലസൂ നജിയ, അദുവൻ എന്നൊക്കെ പറയുന്നത് പോലെ, അദുവൻ എന്ന് പറയുന്ന പോലെ ഒരാൾക്കും കുറേ ആളുകൾക്കും അദുവ് എന്ന് പറയും. അതേപോലെ ഇവിടെ ഖലസു നജിയ, അവർ തനിച്ചു കൂടി. നജിയൻ, രഹസ്യം സംഭാഷണം നടത്തുന്നവരായിട്ട് ഈ സഹോദരങ്ങൾ. അപ്പോൾ ഖാല കബീറുഹും അലം തഅലമു അന്ന അബാകും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിൻ അല്ലാഹ് വമിൻ ഖബ്ലു മാ ഫറത്തും ഫീ യൂസുഫ് ഫലൻ അബ്റഹൽ അർദ ഹത്താ യഅ്ദന ലി അബി ഔ യഹ്കുമ അല്ലാഹു ലി വഹുവ ഖൈറുൽ ഹാക്കിമീൻ. എന്താ? ഖാല കബീറുഹും, അവരിൽ കബീർ പറഞ്ഞു എന്നാണ്. ആരാ അവരിൽ കബീർ? ഇത് അവരിൽ ആരാ? അവരിൽ എന്ന് പറഞ്ഞാൽ ഈ സഹോദരങ്ങൾ. ആ സഹോദരങ്ങളിൽ കബീർ വയസ്സിലാണ് എങ്കിൽ അതാണ് റൂബീൻ അല്ലെങ്കിൽ റോബിൻ അതാണ്. പിന്നെ ഖ്യാല കബീർ വയസ്സിൽ മുതാദാണ്. ഇനി ബുദ്ധിയിലും കഴിവിലൊക്കെ ആണെങ്കിൽ യഹൂദയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഖാല കബീറുഹും, അവരിൽ കബീർ പറഞ്ഞു എന്നാണ്. മുതിർന്നവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അലം തഅലമു എന്നെന്താ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളത് ഇവിടെ ചോദ്യത്തിനല്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ്. അലം തഅലമു എന്ന് പറഞ്ഞാൽ ഖദ് അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബോധ്യമുള്ള വിഷയമാണ് എന്ന് പറയാനോ. അലം തഅലമു അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചോദ്യ രൂപത്തിലാണ് ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? എന്ത്? അന്ന അബാക്കും, തീർച്ചയായും നിങ്ങളുടെ പിതാവ്. ആരെ പിതാവ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഖദ് അഖദ, തീർച്ചയായും സ്വീകരിച്ചിട്ടുണ്ട്, അലൈക്കും, നിങ്ങളോട് സ്വീകരിച്ചിട്ടുണ്ട്.
എന്ത്? മൗസിഖൻ മിനല്ലാഹ്. മൗസിഖൻ മിനല്ലാഹ് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു കരാർ, അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്തിട്ടുള്ള ഒരു കരാർ, അതാണ് ഉദ്ദേശം. മൗസിഖ് അതൊക്കെ നമ്മൾ പറഞ്ഞാട്ടോ. ഈ മൗസിഖ് എന്ന് പറഞ്ഞാൽ ബലപ്പെട്ട കരാറ്, ശക്തിമത്തായ ഉടമ്പടി എന്നുള്ള അർത്ഥം നമുക്ക് ഇതിൽ വന്നു പോയതാണ്. അവിടെ അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹ്. ഏറ്റവും മൂത്ത സഹോദരൻ പറഞ്ഞു മറ്റുള്ളവരോട്, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മേൽ അല്ലെങ്കിൽ നിങ്ങളോട് അള്ളാഹുവിനെ മുൻനിർത്തി അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മൗസിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടുള്ള ഒരു കടുത്ത കരാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അലം താലമു, നിങ്ങൾക്കറിയില്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം എന്നാണ്, അല്ലാതെ നിങ്ങൾക്കറിയില്ലേ ചോദ്യത്തിന് വേണ്ടിയല്ല. അതവിടെ ഈ ഇസ്തിഫാം തഹ്ഖീഖിന് വേണ്ടി അല്ലെങ്കിൽ തഖ്രീറിന് വേണ്ടി എന്നാണ്, സ്ഥിരീകരിക്കാനാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ബോധ്യമുള്ള സംഗതിയാണ് ഇത്, വാപ്പ കരാർ സ്വീകരിച്ചത്. പിന്നെ വമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ്. നോക്കി നിങ്ങൾ ഇങ്ങനെ കുത്ത് കിട്ടണ നോക്കിയേ. വമിൻ ഖബിൽ ഇതിന് മുമ്പ്, മാ ഫറത്തും ഫി യൂസുഫ് യൂസുഫിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്താ മാ ഫറത്തും, തഫ്രീത്തുക്കും എന്നാണ്. മാ ഫറത്തും മാ മസ്ദരിയ എന്ന് അതിന് പറയാം. തഫ്രീത്തുക്കും, നിങ്ങളുടെ തഫ്രീഖ്. എന്ത് തഫ്രീത്ത്? ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലേ? ഇഫ്രാത്ത് എന്ന് പറഞ്ഞെങ്കിൽ തീവ്രതയാണ്, തീവ്രതയാണ്. തഫ്രീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശുഷ്ക സമീപനം, കുറവ് വരുത്തിയത്, വീഴ്ച വരുത്തിയത്. തഫ്രീത്ത് രണ്ടും ഒരേപോലെയാണ്. ഇഫ്രാത്ത്, തഫ്രീത്ത്. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ തീവ്രത, തഫ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുഷ്ക സമീപനം, കുറവ് വരുത്തുക, വീഴ്ച വരുത്തുക. ഇവിടെ മാ ഫറത്തും എന്ന് പറഞ്ഞാൽ തഫ്രീത്തുക്കും, നിങ്ങളുടെ വീഴ്ച അല്ലെങ്കിൽ നിങ്ങൾ കുറവ് വരുത്തിയത്. വമിൻ ഖബിൽ ഇതിനു മുമ്പ്, മാ ഫറത്തും ഫി യൂസുഫ് യൂസുഫിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ശുഷ്ക സമീപനം അല്ലെങ്കിൽ വീഴ്ച കാണിച്ചത്, കുറവ് വരുത്തിയത്. അതും അലം താലമു അലം താലമു, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്കറിയില്ലേ എന്നുള്ളതല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അതറിയാം. എന്താ യൂസുഫിൻ്റെ വിഷയത്തിൽ മാ ഫറത്തും? അവിടെ പറഞ്ഞില്ല കാല കബീറുഹും. എന്താ അവിടെ കാല കബീറുഹും? ഇതിനു മുമ്പ് കാല കബീറുഹും ഒരു പ്രാവശ്യം വന്നില്ലേ? എന്താ ലാ തഖ്തുലു യൂസുഫ്. പിന്നെന്താ പറഞ്ഞേ? ഉത്റുഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും. ഈ സഹോദരങ്ങൾ യൂസുഫിനെ വാപ്പാൻ്റെ അടുത്ത് നിന്ന് അർസിൽ മാന അഖദ യർത്തഅ് അബ്, വാപ്പ നാളെ യൂസുഫിനെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വിടണം, യൂസുഫ് കളിക്കട്ടെ, രസിക്കട്ടെ, ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പാനോട് പറഞ്ഞിട്ടാണ് ആരെ കൊണ്ടുപോയത്? യൂസുഫിനെ കൊണ്ടുപോയത്. എന്നിട്ട് പിന്നെ എന്താണ് അവർ തീരുമാനിച്ചത്? യൂസുഫിനെ കൊല്ലാൻ സഹോദരങ്ങൾ. അപ്പോൾ കാല കബീറുഹും അല്ലേ? കാല കബീറും അല്ലേ? അവരിൽ കബീർ പറഞ്ഞു എന്നല്ലേ? കാല അതാ ഔസത്തുഹുന്ന കാല കബീറുഹും. നിങ്ങൾ പിന്നെ യൂസുഫിനെ കൊല്ലണ്ട, വേണമെങ്കിൽ നിങ്ങൾ യൂസുഫിനെ ഒരു പിന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇട്ടോളി, എന്നാലും യൂസുഫ് കുട്ടിയല്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ യൂസുഫ് അവിടെ കിടന്നിട്ട് ഒന്ന് കാല കബീറും എന്നല്ലേ? എന്നായാലും ഇനിയിപ്പോൾ കാല കായിലും മിൻഹും, അവിടെ ആ കായിലും ഈ കബീറും ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാനുള്ള യോഗ്യത, ഇത് ചോദിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ്? അദ്ദേഹമാണ് കൊല്ലണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തോളിയും എന്ന് പറഞ്ഞത്. അതാണ് തഫ്സീറുകളിൽ പറയുന്നത്. അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹ് വമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ്. യൂസുഫിൻ്റെ വിഷയത്തിൽ തഫ്രീത്ത് ചെയ്തത് ആരാണ്? ഇയാൾ ഒഴികെയുള്ള മറ്റുള്ളവരാണ്. ഇയാളും ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഇയാൾ ചെയ്തത് എന്താ? കൊല്ലണ്ടെന്നേ പറഞ്ഞിട്ടുള്ളത്. കൊലക്ക് സമാനമായത് ചെയ്യാനാണ് പറഞ്ഞത്, വിജനതയിൽ കൊണ്ടിടാൻ. അത് കൊലക്ക് സമാനമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ എന്നാലും എന്തുണ്ടായിരുന്നു?
പിന്നെ ആ സഹോദരങ്ങൾക്കിടയിൽ ഒരാളായത് കാരണത്താൽ അദ്ദേഹത്തിന് അത്രേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും പിന്നെ അദ്ദേഹം ഇത് ഓർമ്മിപ്പിക്കുകയാണ്, ഈ കബീർ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിനു മുമ്പ് നിങ്ങൾ യൂസുഫിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയതും അലന്താലമും നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫലൻ അബ്രഹൽ അർള ഹത്താ യഅ്ദനലി അബി. എന്താ ഫലൻ അബ്രഹ, എന്താ ഈ ഫാഉൽ ഫസീഹ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള വിഷയമാണ്. അതിനാൽ ലൻ അബ്രഹൽ അർദ്, അൽ അർദ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയല്ല, ഈ നാട്. ഈ നാട് എന്ന് പറഞ്ഞാൽ ഏതാ? മിസ്ർ. ഫലൻ അബ്രഹൽ അർദ എന്ന് പറഞ്ഞാൽ ഫലൻ ഉഫാരിഖൽ അർദ, ഈ മിസ്ർ ദേശത്തെ ഞാൻ എന്താണ് ഫലൻ ഉഫാരിഖ് എന്ന ഞാൻ ഇതിനെ വിട്ടുപോരില്ല, ഞാൻ ഇതിനെ വിട്ടുപോരില്ല. ലൻ എന്നാണ്, ഒരിക്കലും. ലൻ എന്ന് പറഞ്ഞെങ്കിൽ എന്നേക്കും നിരാകരിക്കാനാണ് ലൻ. നമ്മൾ പറയാറുണ്ട് ലമ്മ്, ലൻ, ല, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ലമ്മ, അല്ലേ? ലം യഅ്കുൽ, ലം യഅ്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ തിന്നിട്ടില്ല എന്നാണ്. ലൻ യഅ്കുല എന്ന് പറഞ്ഞാൽ എന്താ? അവൻ തിന്നൂല്ല എന്നാണ്, എന്നേക്കും നിരാകരിക്കാനാണ്. ലാ യഅ്കുൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവൻ തിന്നൂല്ല അല്ലെങ്കിൽ തിന്നരുത് എന്നുള്ളത് പറയാനാണ്. ലമ്മ യഅ്കുൽ എന്ന് പറഞ്ഞാലോ ഇതുവരെ തിന്നിട്ടില്ല, തിന്നേക്കാം, ഇതുവരെ തിന്നിട്ടില്ല, ഇനി തിന്നേക്കാം എന്നർത്ഥം കിട്ടാനാണ്. മനസ്സിലായില്ലേ? ഇവിടെ ലെൻ, ലെൻ എന്ന് പറഞ്ഞാൽ ലിൽ അബദ്, എന്നേക്കും നിരാകരിക്കാനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ലൻ അബ്രഹ അൽ അർള, ഈ നാടിനെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല. ലൻ ഉഫാരിഖ അൽ അർദ്, ഈ നാടിനെ എന്ന് പറഞ്ഞാൽ ഈ മിസ്ർ ദേശത്തെ ഞാൻ ഒരിക്കലും വിട്ടുപോവുകയില്ല. ഹത്താ യഅ്ദനലി അബി, ദാ ഹത്താ യഅ്ദനലി, എനിക്ക് സമ്മതം തരുന്നത് വരെ. ആര്? അബി, എൻ്റെ വാപ്പ, എൻ്റെ ഉപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് സമ്മതം തരുന്നത് വരെ ലൻ അബ്രഹൽ അർദ്, ഈ മിസ്ർ ദേശത്തെ ഞാൻ ഒരിക്കലും വിട്ടിട്ട് നിങ്ങളുടെ കൂടെ വരില്ല എന്നുള്ളത് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ലൻ. ഇപ്പം എന്തായി നോക്കിയേ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അഹബ് അൽ ഔലാദ്, ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാരാ? യൂസുഫ്, അത് നഷ്ടമായി. പിന്നെ അസ്ഗറുൽ ഔലാദ്, അതാരാ? ബിനിയാമി, അതും നഷ്ടമായി. പിന്നെ കബീറുൽ ഔലാദ്, മുതിർന്നവനും നഷ്ടമായി. നഷ്ടമായി എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ എങ്ങനെ ഉണ്ടാവും? അവർ ഈ സഹോദരങ്ങൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്നാലോചിച്ച 9 പേര്. കാരണം അവർ ആ 9 പേരാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അങ്ങേയറ്റം പറഞ്ഞു പറ്റിച്ചത്. ഇന്നാല ഇന്നാല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നാല ലഹാഫിളൂൻ എന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അങ്ങേയറ്റം പറഞ്ഞു പറ്റിച്ചത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ. പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് യൂസുഫിനെ അടർത്തി കൊണ്ടുവന്നിട്ട് ഈ പണിയൊക്കെ ചെയ്തത് അവരാണ്. അത് കാരണത്താൽ തന്നെ നോക്കി നിങ്ങൾ അവർക്ക് കിട്ടുന്ന ശിക്ഷ, അവർ ഏൽക്കുന്ന ആ ട്രാജഡി, അതാണ്. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രയോഗം ഫലൻ അബ്രഹൽ അർള ഹത്താ യഅ്ദനലി അബി ഔ യഹ്കുമല്ലാഹു ലി, ഔ യഹ്കുമല്ലാഹു ലി, അല്ലെങ്കിൽ യഹ്കുമല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കണം, വിധിക്കണം, ലീ, ലീ എന്ന് പറഞ്ഞാൽ എനിക്ക് അനുകൂലമായി, എനിക്ക് അനുകൂലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കണം, തീരുമാനിക്കണം. എന്താ പറഞ്ഞത്? എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് മിസ്റിൽ നിന്ന് കനാനിലേക്ക് വരാൻ അനുകൂലമായ ഒരു തീരുമാനം അള്ളാഹുവിൽ നിന്നുണ്ടാകണം. തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വിധി എന്ന് പറഞ്ഞെങ്കിൽ അതിൽ പറഞ്ഞത് പിന്നെ ഒന്നുകിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സലിവുണ്ടാവുക, എന്നിട്ട് ബിന്യാമീൻ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ എനിക്ക് തരിക, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ബിന്യാമീനോടൊപ്പം ഞാൻ കനാനിലേക്ക് വരിക. അല്ലെങ്കിൽ എന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മിസ്റിൽ മരിപ്പിക്കുക. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു വിധി എനിക്ക് ലീ അനുകൂലമായി ഉണ്ടാകുന്നത് വരെ ലൻ അബ്രഹൽ അർള, ഈ നാടിനെ വിട്ട് ഞാൻ പോരൂല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഒന്നുകിൽ വാപ്പ സമ്മതം തരണം, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹുക്കും, വിധി എനിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകണം. വഹുവ ഖൈറുൽ ഹാക്കിമീൻ. എന്താ വഹുവ ഖൈറുൽ ഹാക്കിമീൻ? അദ്ദേഹം പറയുന്നതാണ്. വഹുവ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറുൽ ഹാക്കിമീൻ. എന്താ ഖൈറുൽ ഹാക്കിമീൻ? ഏറ്റവും നന്നായി തീരുമാനിക്കുന്നവനും വിധിക്കുന്നവനുമാണ്. ഏറ്റവും നന്നായി വിധിക്കുന്നവനും തീരുമാനിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ വാപ്പ എനിക്ക് അനുവാദം തരിക. അതുവരേക്കും ലൻ അബ്രഹൽ അർളു, ഈ നാടിനെ വിട്ട് ഞാൻ പോരൂല ഒരിക്കലും. ലൻ ഇതാണ് ഈ കാല കബീറും എന്ന്. ആ സഹോദരങ്ങളുടെ മുറിഞ്ഞോർത്ത് ഇങ്ങനെ മുളക് തേക്കാണ്. അത് തുടർച്ചയായി, കാരണം അത് അവരുടെ ആ തെറ്റിൻ്റെ ശിക്ഷ, അവരുടെ തെറ്റിൻ്റെ അല്ല, തെറ്റുകളുടെ ശിക്ഷ. അതാണ് തെറ്റുകുറ്റങ്ങളുടെ പ്രത്യേകത. അത് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ തിക്തഫല ഖലാസ്. ഇനി ഈ സഹോദരൻ്റെ സംസാരത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ച അതിൻ്റെ വിഷയങ്ങളെടുക്കാം. കാരണം കുറച്ചൊരു വിഷയങ്ങൾ അതിലുണ്ട് പറയാം. ഇതിലെന്തൊരു ഇഷ്കാലുണ്ടോ? ഇതിലിപ്പോൾ ഒരു പ്രശ്നം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വാപ്പാൻ്റെ വേദനൻ്റെ ഒരു വിഷയമാണല്ലോ അല്ലേ? വാപ്പാൻ്റെ ഒരു വേദനൻ്റെ ഒരു വിഷയമാണല്ലോ അവിടെ അല്ലേ? ഇതിപ്പോൾ സഹോദരങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇതിലെന്തുണ്ട്? വാപ്പ പിന്നെ ഒരു നിരപരാധി ആണ്. വാപ്പ വേദനിക്കുന്നൊരു വിഷയം ഉണ്ടല്ലോ ഇതിൽ അല്ലേ? അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു വിഷയം? എങ്ങനെയാണ് പറയാം നമ്മൾ? എന്താണത്? നേരിട്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നാൽ പോരെ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നേരിട്ട് കൊണ്ടുവന്നാൽ പോരെ? നേരിട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഈ സഹോദരങ്ങളെ തന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റൂല. കാരണം അന്നത്തെ ഈജിപ്തിൻ്റെ ഈ സഹോദരങ്ങളും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ ആരാണ്? അവർ കനാനികളാണ്. മിസ്റിൽ ആരാ? മിസ്റിൽ കിബുത്തികളാണ്. കിബുത്തികൾ ഒരിക്കലും കനാനികളെ സമ്മതിക്കില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇടനിലക്കാരായിട്ട് കനാനികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അത് ഒരു ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്, വിഷയമാണ്. പിന്നെ മാത്രമല്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ കാലിച്ച് നിന്നിട്ടുള്ളൂ എവിടെ? മിസ്റിൽ അല്ലേ നിന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ ഈ കനാനികൾക്ക് സ്വാധീനം വരികയായിട്ടെങ്കിൽ അല്ലേ, അതൊക്കെ പിന്നെ വലിയ ഒരു പ്രശ്നങ്ങൾക്കിടയാകും. അതെൻ്റെ ഒരു രാഷ്ട്രീയ വായനയാണ്. ഇതിനപ്പുറം ഇതെന്താണ്? ഇതൊരു നബിയാണ് ചെയ്യുന്നത്. ഒരു നബിയാണ് ചെയ്യുന്നത്. ഏത് നബി? വഹിയുള്ള നബി. അപ്പോൾ ആരുടെ ബോധനപ്രകാരം ഇത് ചെയ്യുന്നത്? അള്ളാഹിൻ്റെ ബോധനപ്രകാരമാണ്. ഇനി അപ്പുറത്ത് വേദനിക്കുമെന്ന് നമ്മൾ ഭയക്കുന്ന വാപ്പാരാണ്? അതും നബിയാണ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. നബിമാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം അവരുടേത് പരീക്ഷണാത്മകമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വഹി പ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ചെയ്യുമ്പോൾ അതെന്തല്ല, യൂസുഫിൽ നിന്ന് എന്തെങ്കിലും എന്തല്ല വാപ്പാക്ക് നേരെയുള്ള ഒരു വിഷയമല്ല. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞെങ്കിൽ നബിമാരാണ്. അവർ ക്ഷമയുടെ എല്ലാ പിന്നെ വിഷയത്തിലും എന്താണ്, അവർ ക്ഷമയിൽ അങ്ങേയറ്റം ക്ഷമാലുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിലും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ മകൻ്റെ ഒരു എന്താണ് ഒരു വീഴ്ചയായിട്ടോ ഒന്നും നമുക്ക് വിധിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല. കാരണം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും നബിയാണ്. രണ്ടാളും അള്ളാഹുവിൻ്റെ വഹിയിനാൽ ഇവിടെ വർത്തിക്കുന്നവരാണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു കൽപ്പിച്ചത് ചെയ്യും. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്ന മുസീബത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. അതാണ് അതിലുള്ള ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞ ആദ്യത്തെ വിഷയം പറഞ്ഞ ആ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇരുകാലിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ കനാനികളുടെ വിഷയം ഈജിപ്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് കുടുംബമാണ്, വാപ്പ അമ്മ 11 സഹോദരങ്ങൾ, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ, അതും അവിടെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ തഫ്സീറുകളിൽ വായിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ഈ വിഷയം, നബിമാരുടെ വിഷയം, ഇത് ചെയ്യുന്നത് നബിയാണ്, വഹിയുള്ള നബി.
പിന്നെ ഇതിൽ പ്രയാസപ്പെടുന്ന നബി ആരാണ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതും വഹിയുള്ള നബിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ പ്രകാരമാണ് ഇത് നടക്കുന്നത്. നബിമാരുടെ അളവിൽ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ, കടുത്ത പരീക്ഷണങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? ഇതൊക്കെ അതുപോലെയല്ലല്ലോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ പരീക്ഷണങ്ങൾ, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ പരീക്ഷണം, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ പരീക്ഷണം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ പരീക്ഷണം, ഈസ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. ഇത് ഉലുൽ അസ്മിൽപ്പെട്ട നബിയല്ല. യാക്കൂബും യൂസുഫും അലൈഹിം അസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ടവരാരാ? നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ക്ഷമിക്കാനാണ് പറയുന്നത് ഉലുൽ അസ്മി മിനർ റസൂൽ. അപ്പോൾ പിന്നെ അവരുടെ പരീക്ഷണങ്ങളെ അപേക്ഷിച്ച് ചെറിയ പരീക്ഷണം, അത്ര തന്നെ ഉള്ള പരീക്ഷണമല്ല. ഏതായാലും നബിമാരാണ്, അള്ളാഹുവിൻ്റെ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിൽ തെറ്റിദ്ധരിക്കാനും മോശം വിചാരിക്കാനും ഒന്നുമില്ല. മനസ്സിലായോ? അൽഹംദുലില്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ